ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വയനാട് ദുരന്തത്തിന് ഒരു പ്രതീകമായി നിൽക്കുന്ന ശ്രുതി ഇന്ന് പുതിയൊരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രുതി നേരിട്ട വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്രുതിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ പോയി. അപ്പോൾ ശ്രുതിക്ക് താങ്ങായിട്ട് നിന്നത് ജെൻസൺ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വിധി മറ്റൊരു രൂപമായി വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസനെയും കൊണ്ടുപോയി. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ശ്രുതി എത്തിച്ചേർന്നത് നമുക്ക് എല്ലാവർക്കും അറിയുകയാണ്. പക്ഷേ നമ്മുടെ കേരളക്കരയാകെ ഒന്നായി നിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ജെൻസന്റെ ഫാമിലി വളരെയധികം സപ്പോർട്ട് ആ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടി പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് നമുക്കറിയാം. ഒരു ഈ ജെൻസൺ മരണപ്പെടുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടാണ്. അതില് ശ്രുതിക്കും പരിക്കേറ്റിട്ടുണ്ടായി. അപ്പൊ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് കുട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈവിട്ടു പോയ ജീവിതത്തിൽ നിന്ന് തിരിച്ച് നടക്കുകയാണ്. അപ്പൊ അതിന് സപ്പോർട്ട് എന്ന നിലയ്ക്കാണ് ഇപ്പൊ ശ്രുതിക്ക് ജോലിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജെൻസന്റെ ഫാമിലി വളരെ അധികം സപ്പോർട്ട് ഈ ശ്രുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനങ്ങളും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. ശ്രുതി പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ന്യൂസ് വരുന്നുണ്ടെങ്കിലും പക്ഷെ ആ ന്യൂസ് എടുത്ത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ വളരെ അധികം നെഗറ്റീവ് കമന്റുകളൊക്കെ അതിൽ കാണുന്നുണ്ട്. അത് കമന്റുകൾ കണ്ടപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. വളരെയധികം കമന്റുകൾ പറയുന്നത് എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ജോലി കൊടുക്കേണ്ട ആവശ്യം എന്താണ്? പൈസ കൊടുത്താൽ പോരെ? എന്താണ്, നമുക്ക് ഒത്തിരി പേര് ജോലിയില്ലാതെ നടക്കുന്നുണ്ട്, അവർക്ക് കൊടുത്തുകൂടെ? അങ്ങനെ എത്രയോ പേര് എന്തെല്ലാം സംഭവിക്കുന്നു, അവർക്ക് കൊടുത്തുകൂടെ? ഇങ്ങനെയൊക്കെ പറഞ്ഞ നിരവധി കമന്റുകളാണ് കമന്റ് സെക്ഷനുകൾ വഴി എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയാൻ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇതെപ്പോഴും നമ്മൾ എന്താ ഇങ്ങനെ സംഭവം ഉണ്ടായി അവർക്കെല്ലാം ഇങ്ങനെ ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഈ വയനാട്ടില് എത്രയോ നമുക്കറിയാം, വയനാട്ടിൽ ഒരുപാട് പേർ കുടുംബങ്ങളെല്ലാം പോയി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന്. ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ സപ്പോർട്ട് പതുക്കെ പതുക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഒരു ശ്രുതി എന്ന് പറഞ്ഞാൽ ഒരു മിച്ചമായിട്ടുള്ള ഒരാളിൽപ്പെട്ട ഒരാളാണ് ശ്രുതി എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് 21 ഏജ് റേഞ്ച് ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു കുട്ടിക്ക് ഒരു ജോലി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ആ ഒരു ജോലി കൊണ്ടാണോ ബാക്കി എല്ലാവരുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ കുട്ടിക്ക് ഇപ്പം ജെൻസന്റെ ഫാമിലി ഇപ്പൊ സപ്പോർട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ എത്ര നാൾ ആ കുട്ടിക്ക് അങ്ങനെ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും? ആ കുട്ടിക്ക് ഒരു ജോലി കൊടുത്താൽ സപ്പോർട്ട് ചെയ്യുന്നാലേ ഒരു ബെറ്റർ അല്ല. അത് കുറച്ച് ക്യാഷ് പിരിച്ച് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു ബെറ്റർ ആയിട്ട് ഒരു സൊല്യൂഷൻ ആയിട്ട് എനിക്കത് തോന്നുന്നില്ല. ഒരു കുറച്ച് പണം കയ്യിലേക്ക് കൊടുത്തു എന്നത് കൊണ്ട് ഒരു ബെറ്റർ ആയിട്ട് സൊല്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നമുക്കൊരു കുറച്ച് പൈസ കൈ കിട്ടി, നമ്മൾ അതുകൊണ്ട് അങ്ങനെ ജീവിക്കാം എന്നാണോ നമ്മൾ വിചാരിക്കുക? ഒരിക്കലും അതൊരു പ്രോപ്പറായ സൊല്യൂഷൻ അല്ല. അപ്പോൾ ഒരു ജോലി കൊടുത്ത് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള അവസ്ഥ വഴിയാണ് കടന്നു വന്നത് എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. നമ്മുടെ പെങ്ങന്മാർക്കോ നമ്മുടെ സിസ്റ്റർമാർക്കോ അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ഗതി വന്ന് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ടത് തന്നെയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ആ സപ്പോർട്ട് ചെയ്യണ്ടേ? അതുപോലെ തന്നെ നമുക്കും ശ്രുതിയുടെ കാര്യത്തിൽ ചിന്തിച്ചുകൂടെ? അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. ഉറപ്പായിട്ടും ആ കുട്ടിക്കും ജീവികള അവകാശമുണ്ട്. ആ കുട്ടിക്ക് മാനസികമായിട്ടൊരു സപ്പോർട്ട് ആവശ്യമാണ്. അല്ലാതെ കുറച്ച് പണം പിരിച്ചു കൊടുത്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, സ്ഥിരമായിട്ടുള്ള ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടാകും, ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. ലൈഫ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ജെൻസിന്റെ ഫാമിലി സപ്പോർട്ട് എന്നും അവരെ ഡിപ്പെൻഡ് ചെയ്ത് ആ കുട്ടിക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. എന്താണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് ആളുകൾ ഇതിനെ എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തെ എടുക്കണമെന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. എന്താണെങ്കിലും അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.